പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ വീഡിയോയുടെ കണ്ടിന്യൂസ് വേർഷനാണ്, പാർട്ട് 2. ടൈം ഇപ്പോൾ ഒരു ഏകദേശം 6:30 6:45 ആ ടൈമൊക്കെയാണ് ആയിട്ടുള്ളൂ. ഞാനിപ്പോഴാണ് എണീച്ചത്. നൗഫൽ എന്നിട്ട് കിടന്നുറങ്ങിയിട്ടോ ഈ ടൈമായപ്പോഴത്തേക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരും മാത്രമായിരുന്നു പോയത്. അപ്പോൾ ഞങ്ങളുടെ ട്രെയിനിലെ ഫസ്റ്റ് നൈറ്റായിരുന്നു ഇത്. അപ്പോൾ അതെങ്ങനെയാണെന്നൊന്നും നമുക്ക് അറിഞ്ഞൂടല്ലോ, പല ആൾക്കാരായിരിക്കും കയറുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നൈറ്റ് ഞാൻ കിടന്നുറങ്ങിയിട്ട് നൗഫൽ എണീച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് രാവിലെയാണ് നൗഫൽ കിടന്നുറങ്ങിയത്. അപ്പോൾ ഞാൻ ഇവിടെ എണീച്ചിരിക്കുകയാണ്. ഞങ്ങൾക്ക് കയറിയപ്പോൾ തന്നെ കുറച്ച് ആൾക്കാരെയൊക്കെ കിട്ടിയായിരുന്നു കമ്പനിക്കായിട്ട്. അപ്പോൾ അതിലൊരാളാണ് ഇത്. അയാൾക്ക് ഡൽഹിക്കാണ് പോകേണ്ടിയിരുന്നത്. അപ്പോൾ ഞങ്ങളൊക്കെ ആയിട്ട് നല്ല സംസാരം. അയാൾ ഹിന്ദിയാണ് പറയുന്നത്, പക്ഷെ എനിക്ക് അറിഞ്ഞുകൂടാ ലാംഗ്വേജ്. അപ്പോൾ ആ ചേട്ടൻ പറയുമ്പോൾ നൗഫൽ എനിക്ക് കൺവേർട്ട് ചെയ്ത് തരും. അതായിരുന്നു ട്രെയിനിലെ മെയിൻ പരിപാടി എന്ന് പറയുന്നത്. പിന്നെന്താണെന്ന് വെച്ചാൽ രാവിലെ എണീച്ച് കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ തന്നെ ഫുൾ കോടയായിരുന്നു. വിൻഡോ ക്ലോസ് ആക്കിയാണ് ഇട്ടത്, പക്ഷെ എന്നാലും അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുമല്ലോ. Found the one, you should never give her up. I think it's the way life changes when in love, yeah. I surround my soul with the positivity. That's why I don't worry about the things that I. അങ്ങനെ രാവിലെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ ടീയും പിന്നെ ബ്രെഡും ജാമും ഒക്കെ കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ബ്രെഡ് ഐറ്റംസൊക്കെ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ബ്രെഡ് ബണ്ണ് അങ്ങനത്തെ ഐറ്റംസ്. അതുകൊണ്ട് ഞങ്ങൾക്ക് മോർണിംഗും കാര്യങ്ങളൊക്കെ അതൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ പോയത്. പിന്നെ ഞങ്ങൾക്കൊരു മലയാളി ഫ്രണ്ടിനെ കിട്ടി, എൽഡ്രിൻ എന്നാണ് പേര്, ഇവനാണ്. അപ്പോൾ ഞങ്ങളുടെ ഫുഡും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയറൊക്കെ ചെയ്താണ് ഞങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഞങ്ങൾ പുറത്തുനിന്ന് വെള്ളം എടുക്കാനായിട്ട് നോക്കി, പക്ഷേ എടുത്ത് കഴിഞ്ഞപ്പോൾ ടേസ്റ്റും കാര്യങ്ങളൊക്കെ എന്തോ ഒരു വ്യത്യാസം പോലെ തോന്നിയപ്പോൾ ഞങ്ങൾ പിന്നെ ബോട്ടിൽ തന്നെ വാങ്ങാൻ തന്നെ വിചാരിച്ചു. അപ്പോൾ നൗഫലൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ടേസ്റ്റ് എന്തോ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് വെള്ളം കളഞ്ഞിട്ട് പോകുന്നതാണ് കണ്ടത്. ട്രെയിനിലെ മെയിൻ ഹോബി എന്ന് പറയുന്നത് ചുമ്മാ വർത്താനം പറഞ്ഞിരിക്കുക, കുറേ കാഴ്ചകൾ കാണാം. അത് മതി. നോക്കട്ടെ ഇത് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്, ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു. പിന്നെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവൻ എന്ന് പറഞ്ഞിട്ടായിരുന്നു, അവൻ പുറത്തുനിന്നുള്ള ഫുഡൊന്നും കഴിക്കില്ലായിരുന്നു. അവൻ ഫുഡൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവരായിരുന്നു ചെയ്തത്, ചപ്പാത്തി ഐറ്റംസൊക്കെ. അപ്പോൾ അവൻ അതാണ് കഴിച്ചത്. പക്ഷെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, എന്നാലും നമുക്ക് നമ്മുടെ ഫുഡിൻ്റെ അത്ര വരില്ല കേട്ടോ. ഞങ്ങൾ ഫസ്റ്റ് ഒന്ന് ഓർഡർ ചെയ്ത് നോക്കി എങ്ങനെയൊക്കെ ഉണ്ടാവും ടേസ്റ്റും കാര്യങ്ങളെന്നൊക്കെ. ഇനിയുള്ളത് നമ്മൾ രാത്രിത്തെ ഫുഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമുക്ക് വൈകിട്ട് എന്തെങ്കിലും കഴിക്കാനുണ്ടെങ്കിൽ അത്. പിന്നെ വീഡിയോ എടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ട്രെയിനിലായപ്പോൾ. അപ്പോൾ മറ്റേ നമ്മുടെ കേവിലിട്ട് കയറിയതാട്ടോ, അതാണ് ഫുൾ ഇരുട്ടായത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അവിടുത്തെ ഓരോ വീടുകളിലും ഓരോ സ്ഥലത്തൊക്കെ ഓരോ കൊടികൾ കുത്തിവെച്ചൊക്കെ കണ്ടില്ലേ, ഇങ്ങനത്തെ ഒരു ഇത് കണ്ടായിരുന്നു. അങ്ങനെ ഓരോ കാഴ്ചകളൊക്കെ കണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞ് രാത്രിയപ്പോൾ രാത്രിത്തെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ കിടന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.